ഹലോ, ഞാൻ പുള്ളിമാങ്കടവിലെത്തി. ആ ആ 10 മിനിറ്റിനുള്ളിൽ ഞാൻ 2-ാം നമ്പറിലെത്തും. ഓക്കെ. ഹലോ, എവിടെ എത്തി? ഓക്കെ, സേഠ്ജി അവരിവിടെ എത്തിയിട്ടുണ്ട്. 2-ാം നമ്പർ ഏരിയ. 2-ാം നമ്പർ ഏരിയ. ഹലോ, 2-ാം നമ്പർ ഏരിയയിൽ ഞങ്ങളിപ്പോൾ എത്തും. നമ്മളവിടെ ചെല്ലുന്നു. ആളവിടെ വരും. അതെ, പൈസ കൊടുക്കണം, സാധനം എടുക്കണം. അതെ. ഓക്കെ ഓക്കെ. കുന്നമംഗലത്ത് ലഹരിക്കടിമയായ 8-ാം ക്ലാസ്സുകാരി ആത്മഹത്യയ്ക്ക് ശ്രമിച്ചു. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ കഴിയുന്ന പെൺകുട്ടി തന്നെയാണ് 1 വർഷമായി ലഹരി ഉപയോഗിക്കുന്നുവെന്ന് പോലീസിന് മൊഴി നൽകിയത്. സ്കൂളിൽ മറ്റു കുട്ടികളും ലഹരി ഉപയോഗിക്കുന്നുണ്ടെന്ന് മൊഴി മെഡിക്കൽ കോളേജ് ACP K സുദർശൻ കുട്ടിയുടെ മൊഴി പരിശോധിച്ചു. കുട്ടി ഉപയോഗിച്ചിരുന്ന ലഹരി MDMA ആണെന്ന് ACP 24നോട് പറഞ്ഞു. കുട്ടി പറഞ്ഞത് സ്കൂളിൽ വെച്ചിട്ട് ലഹരി ഉപയോഗിക്കുന്നുണ്ടെന്ന് പറഞ്ഞത്, MDMA ആണ് ഉപയോഗിക്കുന്നത് പറഞ്ഞത്. കുട്ടിയുടെ സീനിയറായിട്ടുള്ളൊരു പെൺകുട്ടിയാണ് ആദ്യം ഈ കുട്ടിക്ക് ഇത് നൽകിയെന്നും തുടർന്ന് മറ്റുള്ള വിദ്യാർത്ഥികളൊക്കെ അവിടെ സ്കൂളിൽ ഇത് ഉപയോഗിക്കുന്നുണ്ടെന്നും കഴിഞ്ഞ 1 വർഷക്കാലമായിട്ട് കുട്ടി ഉപയോഗിക്കുന്നുണ്ടെന്നും അതിനകത്ത് ഡിപ്രഷൻ വന്നെന്നും ആ ഡിപ്രഷൻ തുടർന്നാണ് ഇന്നലെ ആത്മഹത്യാശ്രമം നടത്തിയാണ് കുട്ടി പറയുന്നത്. പ്രാഥമികമായിട്ടുള്ള മൊഴി അങ്ങനെയാണ് പറഞ്ഞത്. ഈ കുട്ടി പറയുന്നത് ആദ്യം ഒരു സ്കൂളിൽ സീനിയറായിട്ട് പഠിച്ച കുട്ടിയുടെ ഫ്രണ്ട് തന്നെ ഒരു കുട്ടിയാണിത് നൽകിയത്. അതിനുശേഷം കുട്ടി ഈ പുറത്തുള്ള ഈ വിൽപ്പന നടത്തുന്ന ആളുകളെ പരിചയപ്പെടുത്തിയെന്നും ഗേറ്റിനടുത്ത് സ്കൂൾ ഗേറ്റിനടുത്ത് ആളുകൾ വരുമ്പോൾ കണ്ടാൽ മനസ്സിലാക്കാൻ വേണ്ടിയുള്ള സിഗ്നലും പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അയാളെ കാണുമ്പോൾ ചിരിച്ചു കഴിഞ്ഞാൽ അയാൾ തിരിച്ച് ചിരിക്കും. ആ ചിരിയുടെ ആളെ മനസ്സിലാക്കും. പിന്നെ ആവശ്യമായ സാധനങ്ങൾ കൊടുക്കുമെന്നാണ് കുട്ടി പറഞ്ഞത്. അത് ആ കുട്ടി ഈ മറ്റുള്ള കുട്ടികളുടെ കൂടെ പോയിട്ട് ഉപയോഗിക്കുന്നു എന്നാണ് കുട്ടിയുടെ പ്രാഥമികമായിട്ടുള്ള മൊഴിയിലുള്ളത്. മലയാള ഭാഷയുടെ പിതാവ് ആരാണ്? എഴുത്തച്ഛൻ അല്ലേ? എഴുത്തച്ഛൻ്റെ ഒരുപാട് കവിതകൾ നമുക്ക് പഠിക്കാനുണ്ട്. കൃഷ്ണഗാഥ അല്ലേ, മഹാഭാരതം, കിളിപ്പാട്ട്, ഭാഗവതം അല്ലേ, ഇങ്ങനെ കുറേ പാഠഭാഗങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട് അല്ലേ? 16-ാം നൂറ്റാണ്ടിലെ നിങ്ങൾ SSL പഠിച്ചിട്ടുണ്ട് അല്ലേ? ഭക്തി പ്രസ്ഥാനത്തെക്കുറിച്ച് പഠിച്ചിട്ടില്ലേ 6-ാം ക്ലാസ്സിൽ? ഭക്തി മൂവ്മെന്റ് പഠിച്ചിട്ടില്ലേ 6-ാം ക്ലാസ്സിൽ? രാമാനുജൻ എഴുത്തച്ഛനെ കുറിച്ച് എല്ലാവർക്കും അറിയാമല്ലോ. നമ്മുടെ മലയാള ഭാഷയുടെ അഫ്സൽ, അമ്പാടി, ആൻസൺ, ലക്ഷ്മി, നന്ദന എന്നീ ഇത്രയും പേരെ അച്ഛൻ വിളിക്കുന്നുണ്ട്. സ്കൂളിൻ്റെ ഹാളിലോട്ട് ചെല്ലാൻ പറഞ്ഞു. അമ്മേ, സാർ എന്തേ അമ്മേ? മോനെ രാജീവേ, വെയിറ്റ്. ഇത്ര രാവിലെ ഇതെങ്ങോട്ടാ? രാവിലെ ഒരു സൈറ്റ് ചെക്കിംഗ് ഉണ്ട്. പോയേക്കാം. ഗുഡ് മോർണിംഗ് സാർ.
മേശ്ശേരി ഞാനൊന്ന് മൂത്രം വെച്ചിട്ട് വരാം. വല്ലതും തെളിഞ്ഞു വരുന്നുണ്ടോ? എന്തിനാടാ ഇങ്ങനെ വലിച്ചു മരിക്കുന്നേ? അതൊന്നും പറഞ്ഞറിയിക്കാൻ വയ്യാത്ത സുഖമാളിയ. ഇങ്ങനെ പറന്നു നടക്കാം. രാവിലെ ഒരു ജോലിയും ചെയ്യരുത്. എന്നെ മുടിപ്പിക്കൂടെ നിങ്ങൾ? നിങ്ങളുടെയൊക്കെ വിചാരം സർക്കാർ ഉദ്യോഗമാണെന്നാ? അതിനൂടെ പണി വല്ലതും വേണ്ടേ? നിന്നെയൊക്കെ വിശ്വസിച്ച് ആരാ എനിക്കിവിടെ പണി കൊണ്ട് തരുന്നേ? പണി മാത്രം പോരാ, പൈസയും കൂടെ കിട്ടണം. വായും വയറും ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ട്, വീട്ടിൽ കുഞ്ഞുങ്ങളുമുണ്ട്. പൈസ സമയത്ത് താ, പണി ചെയ്തോളാം. പണി തീർന്ന് പൈസ കെട്ടിട്ടടാ തരാടാ. എൻ്റെ കയ്യിലിപ്പോൾ ഇല്ലാത്തതുകൊണ്ടല്ലേ. എന്നെങ്കിലും ഉണ്ടാവുമോ?
ആഹാ നിനക്ക് പണി അറിയാലടാ. രണ്ട് പുക വലിയടാ. എനിക്ക് വേണ്ട, നിനക്ക് ഇത് തന്നെയാണോടെ പണി? നോക്ക്, ഇതിന്റെ സുഖം ഒന്ന് വേറെയാ. നീ പറന്ന് പോയിക്കോളും. പണിക്കൊരു ഉത്സാഹം വരും. നീ വലി. നീ രണ്ട് പുകയെടുത്ത് നോക്ക്. ഇതിന്റെ സുഖം ഒന്ന് വേറെയാ. എനിക്ക് വേണ്ട. നോക്ക്, നീ നോക്കന്ന്. ഒന്നെടുത്ത് നീ വലിച്ചു നോക്ക്. ആ ഏതാണ്ട് പോലെ തോന്നിക്കുന്നു. ഇപ്പൊ എങ്ങനെ ഉണ്ട്? രാമേന്ദ്രേട്ടാ, പറക്കുന്നവരുടെ എണ്ണം കൂടും. ആ കൂടട്ട്. അയ്യോ, എഴുന്നേക്ക്. എഴുന്നേക്കപ്പാ. പെതുക്കെ പെതുക്കെ നടക്കപ്പാ. അപ്പനെന്താ ഇങ്ങനെ? പെതുക്കെ. പാപ്പി ആ ബാഗ് എടുത്ത സാറിൻ്റെ. ആ ആ ബാഗ് അങ്ങോട്ട് വെച്ചോ. നിങ്ങൾക്കൊന്നും വേറെ ജോലിയില്ലേ? ഈ പിള്ളേർ ഇത് കണ്ടല്ലേ വളരുന്നത്. നിങ്ങളെയൊക്കെ വീട്ടിൽ അമ്മയും പെങ്ങളും മക്കളും ഒന്നും ഇല്ലേ? മാഡം, ആ പാലത്തിൻ്റെ പണി കഴിഞ്ഞപ്പോൾ ചെറിയൊരു പാർട്ടി നടത്തി. ഇനിമേലെ ആവർത്തിക്കില്ല.
പാപ്പി ആ സാറിൻ്റെ ബാഗ് എടുത്ത് അടച്ചു. എന്തോ കാഴ്ച കാണാനാണ് അവിടെ നിൽക്കുന്നത്? കയറി പോടകത്ത്. സാറേ ഞാൻ അങ്ങോട്ട് പോവാന്നേ. നാളെ വരുമോ എന്നെ കൊണ്ടുപോവാൻ? അമ്മ എന്താടാ? ഗുരുവായൂരേകാദശി തൊഴുവാൻ പോകുമ്പോൾ വഴി കാട്ടുക നാരായണ രൂപം, ഹരിനാരായണ രൂപം. തളരുമ്പോൾ ആത്മാവാം പശുവിനാവിൽ അമൃതം പോലൂറിയിടുക നാരായണ നാമം, ഹരിനാരായണ എടാ പിള്ളേരെ, നാമം. ഇവനെ പിടിച്ചുകൊണ്ടുപോയി കുളിപ്പീരടാ. അവങ്ങട്ടെ ഇതാര്? എന്റെ ഹൂറിയാ? ഇന്ന് കലപ്പില ഉണ്ട് സഖി ഒരു കുലമുന്തിരി വാങ്ങിടുവാനായി നാലണ കയ്യിൽ ഉണ്ടോ പ്രിയേ? കൽവിലൊരാശ മുന്തിരി തിന്നുവാനായി. രാമേന്ദ്രൻ, എടോ രാമേന്ദ്രൻ, അവൻ എന്തിയാ പോളെ? കിടക്കുമോ മുതലാളി? ഞാൻ വിളിക്കാം. എഴുന്നേറ്റേ, ചെട്ടിയാര് വിളിക്കുന്നു. ചെട്ടിയാരിഞ്ഞു വന്നോ? അങ്ങാരിപ്പോ ചീത്ത വിളിക്കും ഉറപ്പാ. നിങ്ങൾ ആ വീടിന്റെ പണി ഇതുവരെ തീർത്തു കൊടുത്തില്ലേ? നീ അകത്ത് പോയി അടുക്കള വല്ല ജോലി ഉണ്ടോ എന്ന് നോക്ക് പോ. എന്നെ കൊണ്ടൊന്നും പറയണ്ട. മുതലാളി എന്താ രാവിലെ? രാമേന്ദ്ര, നീ എന്ത് പണിയാ കാണിക്കുന്നത്? എന്താ പണി തീർക്കാത്തത്? മുതലാളി പണിയെല്ലാം തീർന്നിരിക്കുക. കതവിൻ്റെയും ജനലിൻ്റെയും കൂടെ പണിയുണ്ട്. ഒരാഴ്ച ആകുമ്പം തീരും. പാല് കാച്ച് എന്താണെന്ന് അറിയാമോ? പാല് കാച്ച് 16-ാം തീയതി അല്ലേ? 16 പറയുമ്പോൾ ഇനി 10 ദിവസമാണ്. അതെ അതെ. എനിക്ക് 5 ദിവസത്തിനുള്ളിൽ പണി തീർത്ത് തരണം. ഒരു കുഴപ്പമില്ല, തീർത്ത് തന്നേക്കാം. മുതലാളി പണി നടന്നുകൊണ്ടിരിക്കുക. ഒരാഴ്ചയും കൂടെ പണിയുണ്ട്. സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ പണിക്കാരെ വിളിക്കാം. രേഖേ മോളെ ആ ഫോൺ ഇഞ്ഞെടുത്തോണ്ട് വന്നേ.
മുതലാളി വരാമെന്ന് പറഞ്ഞൊക്കെ ഒരു പണിക്ക് വന്നില്ല, അതുകൊണ്ടാണ്. ഈ ആഴ്ച തന്നെ പണി തീർത്ത് തന്നേക്കാം. ഹലോ ഗോവനല്ലേ? ഞാൻ സ്പീക്കർ ഇട്ട് കേൾപ്പിക്കാം. നീ കടയിലാണോ? രാമേന്ദ്രേട്ടാ, കടയിലും അല്ല വർക്ക്ഷോപ്പിലും അല്ല. നീ പിന്നെ എവിടെ പോയി കിടക്കിയ? ഞങ്ങൾ വേറെ സ്ഥലത്ത് നിൽക്കുക. രാമേന്ദ്രേട്ടാ, ഇനി ഞങ്ങൾ പണിക്ക് വരുന്നില്ല. ശമ്പളം തരാതുള്ള പണിയും ഇനി ചെയ്യുന്നില്ല. അവരെ ഇട്ട് വിളിച്ച് ബുദ്ധിമുട്ടിക്കണമെന്ന് ആവശ്യമില്ല. ഞങ്ങൾ വേറെ പണിയെടുത്ത് ചെയ്തുകൊണ്ടിരിക്കുക. ആദ്യം തരാനുള്ള പൈസ താ, പിന്നെ പണിക്ക് വരണോ വരണ്ടേന്ന് ആലോചിക്കാം. പണി തീർക്കാനുള്ള പണവും തടിയും നിന്നെ ഏൽപ്പിച്ചതാ. നിനക്ക് ഇതുവരെ അത് ചെയ്തു തീർക്കാൻ സാധിച്ചിട്ടില്ല. രാമേന്ദ്ര, നിന്നോടുള്ള വ്യക്തിപരമായ ബന്ധം കൊണ്ടാണ് നിനക്ക് ഈ പണി ഞാൻ തന്നത്. നാട്ടുകാർ നിന്നെ കുറിച്ച് പല കാര്യങ്ങൾ എന്നോട് പറഞ്ഞു, പക്ഷെ അത് ഞാൻ കേട്ടില്ല. നീ പന്നപ്പണി എന്നോട് കാണിക്കാന്നുണ്ടെങ്കിൽ ഉണ്ടല്ലേ? മുതലാളി പ്രശ്നമൊന്നും ഉണ്ടാക്കല്ലേ, പണി പാലിയാച്ചിന് മുമ്പ് തീർത്തു തരാം. നിന്റെ ഭാര്യയും മക്കളോട് ഇപ്പൊ ഒന്നും ഞാൻ ചെയ്യുന്നില്ല. ഈ വീടിന്റെ ആധാരം പണയം വെച്ച് നിങ്ങൾ വർക്ക്ഷോപ്പ് തുടങ്ങി. ജോലിക്കാർക്ക് കൂലിയും കൊടുക്കുന്നില്ല. നാട് മുഴുവൻ പണിയും പിടിച്ചിട്ടിട്ട് ഈ പൈസയില്ല നിങ്ങൾ എന്തോ ചെയ്യുവോ? കയറി പോയിനടിയകത്ത്. ചായ കിട്ടിയില്ല. ആഹാ, ചായയൊക്കെ കുടിക്കുവോ? കുടിക്കും. ഹലോ ഗായക, രാവിലെ പാട്ടൊന്നും ഇല്ലയോ? പൊടെ പൊടെ പൊടെ. ഇന്നലെ ഇത്തിരി ഓവറായിപ്പോയി. ഇനി അങ്ങനെ ഉണ്ടാവില്ല, സത്യം. വേണ്ട വേണ്ട, ഇനി ഇതും കൂടെ താങ്ങാനുള്ള ശേഷി എൻ്റെ തലകില്ല. പിന്നെ ഇത് ഇന്നും ഇന്നലെയൊന്നും തുടങ്ങിയതല്ലല്ലോ. എൻ്റെ കുടുംബക്കാരുടെ മുമ്പിൽ ഞാൻ ഇന്നൊരു കോമാളിയ. ഒരന്യമതസ്ഥൻ്റെ കൂടെ ഇറങ്ങിപ്പോയതിൻ്റെ പേരിൽ ഒരവസരം നോക്കിയിരിക്കുക എല്ലാവരും. നമ്മുടെ പിള്ളേരെ കുറിച്ച് നിങ്ങൾ ആലോചിച്ചോ? നീ ഇത് ആവർത്തിക്കില്ല, സത്യം. ഓ, പിന്നെ ഇത് കുറേ കേട്ടതാ. അവരെല്ലാം കൂടെ നിർബന്ധിച്ചവൻ പറ്റിപ്പോയത്. അങ്ങനെ ആരൊക്കെ ദിവസം നിങ്ങളെ നിർബന്ധിക്കുന്നു? പിന്നെ നിർബന്ധിച്ചവന്മാരും കൊണ്ടുവിടാൻ വന്നവന്മാരും എല്ലാം കൊള്ളാം. വന്നു നിന്നവന്മാരുടെ നോട്ടം കാണണം, ഒരുമാതിരി കൂസന്മാരുടെ നോട്ടം. ഇനി ഇത് ആവർത്തിക്കത്തില്ല, സത്യം. ഇന്നാ നിങ്ങളുടെ ചായ. എനിക്ക് വേറെ പണിയുണ്ട്, ഓഫീസിൽ പോകാൻ ടൈമായി. ഫാക്ടറിയിലേക്ക് പോവുകയായിരുന്നു സെൽവകുമാർ. ഈ സമയത്താണ് ഈ എസ്റ്റേറ്റ് റോഡിലൂടെ അമ്മയോടുള്ള മാപ്പ് വൈകിട്ട് പറയാം. നിലയുറപ്പിച്ചു. ആ സമയത്താണ് പടയപ്പ ഈ വാഹനത്തിൽ ഭക്ഷണത്തിനായി ചില തിരച്ചിലുകൾ നടത്തിയത്. എന്നാൽ വാഹനത്തിന് ഏതെങ്കിലും രീതിയിൽ കേടുപാടുകൾ വരുത്തുകയോ അല്ലെങ്കിൽ വാഹനത്തിലുണ്ടായ എല്ലാരും ജോലിക്ക് പോയാലും എനിക്കിവിടെ നിറങ്ങാൻ ഒക്കത്തില്ല. നിനക്കൊക്കെ ചാപ്പാടുണ്ടാക്കി തരണം, വെള്ളം ഉണ്ടാക്കി തരണം, നിന്റെ തന്തയ്ക്കും ഉണ്ടാക്കി കൊടുക്കണം. അമ്മ, എനിക്ക് ഫീസാ. നിന്റെ തന്തയോട് പോയി ചോദിക്കടി. രണ്ട് പെൺപിള്ളേരാ വളർന്നു വരുന്നത്, അതിനെക്കുറിച്ച് അങ്ങേർക്ക് വല്ല ചിന്തയുണ്ടോ? ഒരു വീട് കഴിയുന്ന എങ്ങനെയാന്ന് പോലും അങ്ങേർക്ക് അറിയണം. നാട് നീളെ കുടിച്ചും ചീട്ട് കളിച്ചും പെടുത്തങ്ങ് നടന്നാൽ മതിയല്ലോ. ബോധം ഇല്ലാതെ കയറി വരും, ബോധം വരുമ്പോൾ ഇറങ്ങി പോവുകയും ചെയ്യും. ഇവിടെ നടക്കുന്നതൊന്നും അറിയണ്ടല്ലോ, ഒന്നും കേൾക്കുകയും വേണ്ട. അപ്പാ, എനിക്ക് സ്കൂളിൽ കൊടുക്കാൻ ഫീസ് തന്നിട്ട് പോവും. നിന്റെ അമ്മയുടെ കയ്യിൽ നിന്ന് മേടിച്ചോ പൈസ? എൻ്റെ കയ്യിലില്ല. അമ്മയുടെ ഇരിക്കുന്നു തേങ്ങ. അമ്മയാ പറഞ്ഞ അപ്പനോട് ചോദിക്കാൻ.
എന്താ സാറേ? വിനോദ യുവമാര് പേര് പറയുന്നില്ല. എന്തോടാ പേര്? പേരെന്തോടാ? ഉറക്കെ പറ. നിന്റെ പേരെന്തോടാ? എന്തോടാ പേര്? നിന്റെ അടുത്തല്ലേ വെച്ചോ പേര്? എന്തോടാ പേര്? വിഷ്ണു. നിന്റെ പേരെന്തോടാ? സലീം. സലീമോ? സാറേ ഉമരല്ലാണോ? പേര് സാറേ. ഇവനെ കണ്ടാലൊരു കള്ളലക്ഷണമുണ്ട്. നേരെ അങ്ങോട്ട്, നേരെ അങ്ങോട്ടാ. എത്ര നാളാ തുടങ്ങിയിട്ടതൊക്കെ? ഏടാ ചോദിക്കുന്നില്ലടാ. നീ എന്താ മിണ്ടാത്ത? നിനക്കാണോ ഇതിൽ ഏറ്റവും വലിയ കച്ചവടം? ഇതിലാരുടെ ഏറ്റവും കൂടുതൽ കാശിറക്കുന്ന ആള്? സാറേ ഇവനൊക്കെ നല്ലോണം കൈകാര്യം ചെയ്തു സാറേ. എന്നാലും ഇവനൊക്കെ സംസാരിക്കും സാറേ. പേര് ഇവന്റെയൊക്കെ അഡ്രസ്സൊക്കെ മേടിക്കണം. സലീം ഇങ്ങോട്ട് മാറിക്കടാ. ഇങ്ങോട്ട് മാറിക്കടാ അങ്ങോട്ട് പെട്ടെന്ന്. മാറിയില്ലേ? ഇങ്ങോട്ട് മാറിയില്ലേ? എന്താണ് അച്ഛന്റെ പേര്? അച്ഛന്റെ പേര് എന്തോ പറയടാ. ബഷീർ. അടുത്ത വിഷ്ണു. വിഷ്ണു ഇങ്ങോട്ട് മാറി. വിഷ്ണു ഇങ്ങോട്ട് മാറിക്കടാ. നിനക്ക് തന്നെ വന്നപ്പോ വല്ലായ്മ. അച്ഛന്റെ പേരെന്തോടാ? പറയണ അങ്ങോട്ട്. രാജേന്ദ്രൻ. രാജേന്ദ്രൻ എഴുതി സാറേ. അടുത്ത ശ്യാംകുമാർ വാങ്ങിട്ട്. ശ്യാംകുമാർ വാടാ കേറി. അച്ഛന്റെ പേരെന്തോടാ? കുമാർ. കുമാർ സാറേ എഴുതി സാറേ. എഴുതി. കുഞ്ചൻ വാ ഇവിടെ. ഇങ്ങോട്ട് കയറി വാടാ. അച്ഛന്റെ പേരെന്തോടാ? പ്രദീപ്. എഴുതിയോ സാർ? അങ്ങോട്ട് മാറിയില്ല. സാർ എഴുതിയോ? സാറേ ഇവന്മാരെ പേരും അഡ്രസ്സൊക്കെ എഴുതിയിട്ടുണ്ട്. വേറെന്താ അടുത്ത നടപടി? എന്തോ സബ്മിറ്റ് ചെയ്യാനുള്ള ഫയൽ അങ്ങ് റെഡിയാക്ക്. സാറേ ഇവന്മാരെ കൊണ്ടുവന്നേ സ്റ്റേഷനിൽ വണ്ടി വന്നിട്ടുണ്ട്. എല്ലാം ഓക്കെ ആണ് സാറേ. എന്നാ പോവല്ലേ? വാടാ വാ. നിനക്കിത് എവിടെ നാടാ കിട്ടിയത്? പറയടാ. എന്താ അവിടെ ഒരു ബളം? ഓ ഇവിടുത്തെ കാര്യങ്ങളൊന്നും തിരക്കാനും അറിയാനും സാറിന് സമയമില്ലല്ലോ. മകന്റെ നല്ല നടപ്പിനെ കുറിച്ച് പലരും എന്നെ വിളിച്ചു പറഞ്ഞു. മകൻ ലാവിഷായി പണം ചെലവാക്കുന്നതും കമ്പനി കൂടുന്നതും ഒക്കെ. അവന്റെ മുറിയിൽ നിന്നും ബാഗിൽ നിന്നും കണ്ടെടുത്ത ലഹരി പദാർത്ഥങ്ങളോ ഇതൊക്കെ. അതെങ്ങനെ അച്ഛനെ കണ്ടല്ലേ പഠിക്കുന്നത്? എന്തുവാടാ അതൊക്കെ? എവിടുന്നാടാ അത്? ഇതൊക്കെ വാങ്ങാൻ നിനക്ക് എവിടുന്നാടാ പണം? വാർന്ന് പറയടാ. നിന്നോടാ ചോദിച്ചേ. എവിടുന്നാടാ നിനക്ക് ഈ സാധനങ്ങളൊക്കെ കിട്ടുന്നേ? പറയടാ. ചോദിച്ചായിട്ടില്ലടാ. അവന്റെ നിപ്പ് കണ്ടില്ലയോ? ഇത്ര മിട്ടാത്തെ. എൻ്റെ പേഴ്സിൽ നിന്നും ബാഗിൽ നിന്നും പലതവണ ക്യാഷ് പോയിട്ടുണ്ട്. അത് ഇവളെടുക്കുന്നെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ മിണ്ടാഞ്ഞത്. നീയാണോ ഇതെടുക്കുന്നേ? എന്താ മിണ്ടാത്തെ? ഞാൻ ചോദിച്ചത് നീ കേട്ടില്ലേ? പൈസ എടുക്കുന്ന നീയാണോ? ചോദിച്ചിട്ടില്ലേ? പൈസ നീ എടുക്കാറുണ്ടോ? എടാ നീ പൈസ എടുക്കാറുണ്ടോ? ചോദിച്ചു കേട്ടില്ലോടാ. അടിച്ചത് മതി മതി മതി. അടിച്ചു കൊല്ലാതെ കൊല്ലണ്ടേ അമ്മേ? എടാ ചോദിച്ചു കേട്ടില്ലേ? പറയടാ. വാർന്നുവല്ലോ. മതി മതി മതി. മതി അടിച്ചത് മതി. ഞാൻ നിന്നെ തല്ലുന്നില്ല. തല്ലിയാ നീ പിന്നെ ഇല്ല. പിന്നെ എന്താ ചെയ്യണ്ടേ? ഇതൊക്കെ വാങ്ങി കഴിച്ചാൽ നിനക്ക് ഭ്രാന്ത് പിടിക്കത്തില്ലേ? പഠിച്ച് നല്ലൊരു വഴി കണ്ടെത്താൻ നോക്ക് നീ. ചുമ്മാതെ തോന്നിവാസം കൊണ്ട് നടക്കാതെ. അവന്റെ കോലം തന്നെ കണ്ടില്ലേ ഭ്രാന്തന്മാരുടെ. ചുമ്മാ നിന്റെ ജീവിതം നശിപ്പിക്കാതെ കുഞ്ഞെ. എന്നോട് ക്ഷമിക്കണം അച്ഛ. ഇനി മേലെ ഞാനിത് ഉപയോഗിക്കത്തില്ല. അച്ഛനാണ് സത്യം. ഞാനിത് ഉപയോഗിക്കത്തില്ല. എന്നോട് ക്ഷമിക്കച്ച പ്ലീസ്. മാറ്. അമ്മ എന്നോട് ക്ഷമിക്കണം പ്ലീസ്.
അച്ഛാമ്മ ഞാൻ ഇനി ഇതൊന്നും ഉപയോഗിക്കത്തില്ല. പ്ലീസ് എന്നോട് ക്ഷമിക്കണം. എന്നോട് നീ ക്ഷമിക്കണം നന്നായിട്ട് പഠിക്കാൻ അച്ഛാമ്മ. നോക്ക്. എന്നോട് ക്ഷമിക്കണം. നിനക്ക് ആരാ തരുന്നേ? നിന്റെ ഏറ്റവും അടുത്ത കൂട്ടാനാരാ? പറയടാ. വിഷ്ണു. ആ ഓട്ടക്കാരനെ മോനാ? അതെ. ആ പന്ന ചെറുക്കനാ. അവൻ്റെ കാര്യം ഞാൻ ഏറ്റു. പല പ്രാവശ്യം ഞാൻ വിലക്കിയതാ അവനുമായിട്ടുള്ള കൂട്ടുകെട്ട്. ഇനി നീ അവനെ കാണാൻ ശ്രമിക്കുകയോ അവരുമായിട്ട് എന്തെങ്കിലും സൗഹൃദം ഉണ്ടെന്ന് ഞാൻ അറിഞ്ഞാൽ രണ്ടിനെയും പിടിച്ച് പോലീസിലേപ്പിക്കും ഞാൻ. ഇല്ല അച്ഛാ, മേലെ ഉണ്ടാവത്തില്ല. ഞാൻ ഇനി ഇങ്ങനെ ഒന്നും ചെയ്യത്തില്ല. സാറേ സാറേ ആ സൈഡാ സാറേ. ദാ ഇവിടെ സാറേ, ദാ ഇവിടെ ഈ സൈഡാ. സാറേ ഇവിടെ അഡീഷണൽ കുറച്ച് അവരുടെ ചെയ്തിട്ടുണ്ട് ഞാൻ. സാറേ സിഗരറ്റ് എന്നാ സാറേ? സാറേ വെള്ളമെല്ലാം കുടിക്കണോ? പാപ്പി ഒരു വെള്ളം മേടിച്ചിട്ടുണ്ടോടാ? പെട്ടെന്ന് പോട്ടോടാ, പെട്ടെന്ന് പോട്ടോ, പെട്ടെന്ന് പോട്ടോ. പെട്ടെന്ന് വേടാ പൊട്ടൻ പാപ്പി ഇങ്ങോട്ട്. എന്ത് പറ്റി സാറേ? കുറച്ച് വെള്ളം കൂടി സാറേ. വാ സാറേ. സാറേ വാ ഹോസ്പിറ്റലിൽ പോ. അങ്ങേ വീട്ടിൽ വാ, കയറി വണ്ടി കയറി. സാറിനെ പിടിച്ച് വണ്ടി കേട്ടാ പിടിച്ചോണ്ട് പോ. പെതുക്കെ നടക്ക് സാറേ, പെതുക്കെ കയറി. പാപ്പി ആ ഫയലും എടുത്തോടാ.
കഴിഞ്ഞ ദിവസങ്ങളിൽ കേരളത്തിന്റെ പല സ്ഥലങ്ങളിൽ നിന്ന് കോടികൾ വിലമതിക്കുന്ന ലഹരി പദാർത്ഥങ്ങളും വിദേശികളടക്കം വൻ റാക്കറ്റ് അംഗങ്ങളെയും പിടിക്കപ്പെടുകയുണ്ടായി. ഇതുമായി ബന്ധപ്പെട്ട ചോദ്യത്തിന് ബഹുമാനപ്പെട്ട ആഭ്യന്തരമന്ത്രി ശ്രീ ബാലചന്ദ്രൻ കുന്നിക്കോട് മാധ്യമങ്ങളോട് സംസാരിക്കുന്നു. ഇപ്പോൾ പിടിക്കപ്പെട്ട മയക്കുമരുന്ന് റാക്കറ്റുകളുടെ കണ്ണികൾ ഈ വൻ റാക്കറ്റ് കേരളത്തിൽ ശക്തമായിക്കൊണ്ടിരിക്കുകയാണ്. ഇവരെ നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരികയും നിയമത്തിൻ്റെ യാതൊരുവിധ ആനുകൂല്യങ്ങളും ഇവർക്ക് ലഭിക്കുന്നതല്ല. ഈ സർക്കാർ അവരെ സംരക്ഷിക്കുന്നതുമല്ല. പ്രിയമുള്ള വിദ്യാർത്ഥികളെ, രക്ഷിതാക്കളെ, നമുക്കറിയാം നമ്മുടെ നാട്ടിലും നമ്മുടെ സമൂഹത്തിലും നമ്മുടെ സ്കൂളിലും വലിയ വിവിധമായിക്കൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ചും വിദ്യാർത്ഥികളെയും ചെറുപ്പക്കാരെയും കാർന്നു തിന്നിട്ടിരിക്കുകയാണ് ഈ മയക്കുമരുന്ന് ഉപയോഗം. നമ്മൾ എല്ലാ പത്രങ്ങളും വായിക്കുന്നത് പോലെ വലിയ വിപത്ത് എല്ലാ രീതിയിലും കൊച്ചുകുട്ടികൾ 8ാം ക്ലാസ് തൊട്ടുള്ള കുട്ടികൾ തൊട്ട് HS കുട്ടികൾ വരെ അവരെ കാര്യറാക്കിയിട്ടുള്ള ഉപയോഗമാണ് മദ്യം മയക്കുമരുന്നിന്റെ. അതിനെതിരെ നമ്മൾ സ്കൂൾ തലത്തിൽ ഒരു ക്ലാസ് എടുക്കണം എന്നുള്ളത് അത്യാവശ്യമാണ്. അതിന്റെ ഭാഗമായിട്ടാണ് നമ്മളൊരു ക്ലാസ് സംഘടിപ്പിച്ചിരിക്കുന്നത്. ക്ലാസ് എടുക്കാൻ വേണ്ടി എത്തിയിട്ടുള്ളത് നമ്മുടെ ജില്ലാ പോലീസ് മേധാവിയുടെ സ്പെഷ്യൽ ബ്രാഞ്ചിന്റെ കീഴിലുള്ള സ്പെഷ്യൽ ബ്രാഞ്ച് CI ഷാനവാസ് സാർ, ജില്ലാ സാമൂഹ്യക്ഷേമ വകുപ്പിലെ ഉദ്യോഗസ്ഥൻ PT സാർ എന്നിവരെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അമിതമായ ലഹരി ഉപയോഗത്തിനെതിരെ ക്ലാസ് നയിക്കുന്നതിന് വേണ്ടി ജില്ലാ പോലീസ് മേധാവിയുടെ കീഴിലുള്ള സ്പെഷ്യൽ ബ്രാഞ്ച് CI ഷാനവാസ് സാറിനെ നിങ്ങൾ ഏവരുടെ അനുവാദത്തോടു കൂടി സ്വാഗതം ചെയ്യുന്നു. നമസ്കാരം. വേദിയിൽ ഉപവിഷ്ടരായിട്ടുള്ള ശ്രീ ശരത് കുമാർ, ശ്രീ അഖിൽ, ശ്രീ അജിത് കുമാർ, പ്രിയമുള്ള വിദ്യാർത്ഥികളെ, വളരെ പ്രധാനപ്പെട്ട ചില സന്ദേശങ്ങൾ നിങ്ങൾക്ക് പകർന്നു തരുവാനാണ് ഞാനിവിടെ നിൽക്കുന്നത്. ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ എന്നുള്ള നിലയിൽ എൻ്റെ ഉത്തരവാദിത്വം വളരെ അടിവരയിട്ട് പറയേണ്ടതാണ്. കാരണം നമ്മൾ ഇന്ന് IT യുഗത്തിലാണ് ജീവിക്കുന്നതെന്ന് അഭിമാനം കൊള്ളുന്നവരാണ്. നമുക്ക് പോയ തലമുറയെ അപേക്ഷിച്ച് വളരെയധികം സൗകര്യങ്ങളും ആനുകൂല്യങ്ങളും ലഭിച്ചിട്ടുണ്ട്. എന്നാൽ അതിന് തുല്യമായ ചില അപകടങ്ങളും സമൂഹത്തിൽ വളർന്നു വരുന്നു. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് ലഹരി ഉപയോഗം, അമിത ലഹരി ഉപയോഗം. അത് പുകച്ചെടുക്കാവുന്ന വസ്തുക്കളായി, അല്ലെങ്കിൽ ഗുളികകളായി, അല്ലെങ്കിൽ ഇഞ്ചക്ഷനായി കൊച്ചുകുട്ടികളിൽ വരെ അത് വിപണനം ചെയ്ത് ലാഭമുണ്ടാക്കുന്ന ഒരു വിഭാഗം ആൾക്കാർ നമ്മുടെ ലോകത്തുണ്ട്. അത് അത്തരം കച്ചവടം ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല. ഇത് നൂറ്റാണ്ടുകളായി നടന്നു പോരുന്നതാണ്. എന്നാൽ ഈ അടുത്ത കാലത്തായി ഈ ഇൻഫർമേഷൻ ടെക്നോളജി വളർന്നതിൻ്റെ ഈ കാലഘട്ടത്തിൽ അതിൻ്റെ സങ്കേതങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് തന്നെ കുട്ടികളെയും അതുപോലെ തന്നെ ചെറുപ്പക്കാരെയും ഈ അനാശാസ്യ ഉപഭോഗങ്ങളിലേക്ക് വലിച്ചിഴയ്ക്കാൻ അത്തരം ശക്തികൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. ഇത് ചെറുക്കപ്പെടേണ്ടതാണ്. നമുക്ക് ജന്മം കൊണ്ട് എന്താണ് കിട്ടിയിരിക്കുന്നത്? നമുക്ക് നല്ലൊരു ശരീരമാണ് കിട്ടിയിരിക്കുന്നത്, സൗന്ദര്യമുള്ളൊരു മുഖമാണ് കിട്ടിയിരിക്കുന്നത്. ഇതൊക്കെ ഏറ്റവും വലിയ സമ്പത്തായി നമ്മൾ കാണണം. ഈ ശരീര സൗന്ദര്യവും എല്ലാം തന്നെ, ശരീരവും സൗന്ദര്യവും എല്ലാം തന്നെ എന്തിനു വേണ്ടിയിട്ടാണ്? നാം മനുഷ്യരായി ഇവിടെ പെരുമാറാൻ വേണ്ടിയിട്ടാണ്. പെരുമാറുക എന്ന് പറഞ്ഞാൽ നമുക്ക് സമൂഹത്തിൽ ഓരോരോ കർത്തവ്യങ്ങളുണ്ട്. നിങ്ങൾ വിദ്യാർത്ഥികൾ പഠിക്കുന്നു, പഠിച്ച് മിടുക്കന്മാരാകുന്നു. നാളെ ഈ രാജ്യത്തെ നയിക്കേണ്ട പ്രധാനപ്പെട്ട നേതാക്കന്മാരാവേണ്ടവരാണ്. അപ്പോൾ ആ നിലയ്ക്ക് നിങ്ങളൊക്കെ നന്നായി വളർന്നു വരണം. അങ്ങനെയുള്ള വളർച്ചയെ ഏറ്റവും കൂടുതൽ തടസ്സപ്പെടുത്തുന്നതാണ് ഈ ലഹരിയും മയക്കുമരുന്നിൻ്റെ പ്രയോഗവും. എന്താണ് ലഹരി? നമ്മൾ സാധാരണ ചില കാര്യങ്ങൾ കാണുന്നു. അപ്പോൾ നമുക്ക് ഒരു സാമാന്യ മനുഷ്യനെ പോലെ പെരുമാറാൻ കഴിയുന്നു. ചിലതിന് ചോദ്യങ്ങൾക്ക് കൃത്യമായ ഉത്തരം തരാൻ നമുക്ക് കഴിയുന്നു. എന്നാൽ ലഹരി ഉപയോഗിച്ച് കഴിയുമ്പോൾ നമ്മൾ മറ്റൊരാളായി മാറുന്നു. മദ്യവും മയക്കുമരുന്നും നമ്മുടെ ശരീരത്തെ നിഹനിക്കുന്നതാണ്, ഇല്ലാതാക്കുന്നതാണ്. ശരീരത്തിൻ്റെ സാധാരണ പ്രവർത്തനത്തെ അത് ബാധിക്കുന്നതാണ്. അതുകൊണ്ടാണ് മഹാനായ ശ്രീനാരായണ ഗുരുദേവൻ പറഞ്ഞത് മദ്യമുണ്ടാക്കരുത്, കൊടുക്കരുത്, കുടിക്കരുത് എന്ന്. 23 വയസ്സിന് താഴെയുള്ള
കുട്ടികൾക്കാർക്കും മദ്യം വിപണനം ചെയ്യാൻ പാടില്ല എന്ന് നിയമമുണ്ട്. അത് ചൂണ്ടിക്കാണിച്ചാൽ പോലീസിന് വേണ്ട വിധത്തിൽ വിവരം കിട്ടിയാൽ അപ്പോൾ നിയമ നടപടികൾ എടുക്കാം. 18 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് പുകയില വസ്തുക്കളൊന്നും കൊടുക്കാൻ പാടില്ലെന്നാണ് നിയമം. നിങ്ങളുടെ സ്കൂളിൻ്റെ പരിസരത്ത് ആരെങ്കിലും അത് വിൽക്കുന്നുണ്ടെങ്കിൽ അത് ചൂണ്ടിക്കാണിക്കണം. ആരോടും ഒരു ദാക്ഷിണ്യവും കാണിക്കേണ്ട കാര്യമില്ല. ഇതൊരു സമൂഹത്തിൻ്റെ ഭാവിയുടെ പ്രശ്നമാണ്, ഒരു രാഷ്ട്രത്തിൻ്റെ ഭാവിയുടെ വിഷയമാണ്. അല്ലാതെ ഒരാളിങ്ങനെ അതുകൊണ്ട് പിഴച്ചു പോകുന്നു, അയാളുടെ കച്ചവടം നടക്കട്ടെ എന്നുള്ള ഒരു തരം ലീനിയൻസിയും നമ്മൾ കാണിക്കാൻ പാടുള്ളതല്ല. അത് അപ്പോൾ പോലീസിന് റിപ്പോർട്ട് ചെയ്യണം. നിങ്ങളെ ആരെങ്കിലും സമീപിക്കുകയാണെങ്കിൽ നിങ്ങളും അത് നിഷേധിക്കുകയോ നിഷേധിച്ച് അവരെ അറിയിക്കാതെയോ ഒക്കെ നമ്മൾ പോലീസിന് റിപ്പോർട്ട് ചെയ്യേണ്ടതാണ്. നമ്മുടെ ശരീരമാണ് എല്ലാം. ലഹരി അത് ഉള്ളിൽ ചെല്ലുമ്പോൾ ബാധിക്കുന്നത് ബുദ്ധിയുടെ രാസപ്രവർത്തനത്തെയാണ്. നമ്മുടെ ശരീരം ആസകലം രാസപ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. ആ രാസപ്രവർത്തനങ്ങൾ ക്രമമായി നടക്കുന്നത് കൊണ്ടാണ് നിങ്ങൾ നല്ലവരായി പെരുമാറുന്നത്, നിങ്ങൾക്ക് പഠിക്കാൻ കഴിയുന്നത്, നിങ്ങൾക്ക് സ്വബോധത്തോടെ മറ്റുള്ളവരോട് സംസാരിക്കാൻ കഴിയുന്നത്. നിങ്ങൾ പഠിക്കുന്ന വിഷയങ്ങൾ വളരെ കോൺസെൻട്രേഷൻ ആർജിച്ച് നിങ്ങൾക്ക് ശ്രദ്ധ കേന്ദ്രീകരിച്ച് പഠിക്കാൻ കഴിയുന്നത് അതുകൊണ്ടാണ്. അപ്പോൾ അതൊക്കെ താറുമാറാക്കുന്ന ഉപഭോഗ വസ്തുക്കളാണ് ഈ ലഹരി വസ്തുക്കൾ. അതിന് പാൻ മസാല, പിന്നെ ഉപയോഗിക്കുന്ന മറ്റു വസ്തുക്കൾ, ഈ രൂപത്തിലെല്ലാം നിങ്ങളെ വളരെ സൂത്രത്തിൽ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്ന ഒരു വിഭാഗം ആളുകളുണ്ട്. ഇത് കുറ്റകൃത്യമാണ്. ഒരു രാജ്യത്തെ പൗരന്മാരെ നിഹനിക്കുന്ന, അവരെ അവരല്ലാതാക്കി തീർക്കുന്ന കൊടും ക്രൂരതയാണ് അവരെല്ലാം ചെയ്യുന്നത്. അതുകൊണ്ട് ഇവിടെ നിയമങ്ങളുണ്ട്. 1985 മുതൽ NDPS ആക്ട് എന്ന് പറയുന്ന ഒരു നിയമം വന്നിട്ടുണ്ട്. NDPS എന്ന് പറഞ്ഞാൽ നാർക്കോട്ടിക് ഡ്രഗ്സ് ആൻഡ് സൈക്കോട്രോപിക് സബ്സ്റ്റൻസസ്. അതിനെ നിയന്ത്രിക്കുന്ന നിയമങ്ങളുണ്ട്. ഇതെല്ലാം നിയമപാലകർ ഈ നിയമം നടപ്പാക്കാൻ ഇവിടെ സജ്ജരായിട്ടുണ്ട്. നമ്മുടെ ശരീരം താറുമാറാകുന്ന വിധത്തിൽ ഈ മയക്കുമരുന്നുകളിൽ ഒരുപാട് ചേരുവകളുണ്ട്. ഈ പാൻ മസാല എന്നൊക്കെ പറയുന്നത് നമ്മുടെ ശരീരത്തിൽ കടക്കാൻ പാടില്ലാത്ത നിക്കൽ, കാഡ്മിയം തുടങ്ങിയിട്ടുള്ള വിഷവസ്തുക്കൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സാധാരണഗതിയിൽ ശരീരത്തിന് ഉൾക്കൊള്ളാൻ കഴിയാത്ത വസ്തുക്കളാണ്. അതെന്തുമാകട്ടെ, അത് അല്ലാതെ നമുക്ക് ഉപയോഗപ്പെടുന്ന വസ്തുക്കളാകാം, പക്ഷേ ശരീരത്തിൽ പ്രവേശിക്കാൻ പാടില്ലാത്തതാണ്. അത് ശരീരത്തിലേക്ക് പ്രവേശിച്ചാൽ അന്നേരം ഒരു അനുഭൂതി ഉണ്ടാക്കുന്ന തരത്തിലായിരിക്കും. ഒരു തമാശയ്ക്ക് ഒരു കൊച്ചുകുട്ടിയെ വിളിച്ച് പറയും, ഒന്ന് എടുത്തു നോക്ക്, നന്നായിരിക്കും, നിനക്ക് വേറൊരു ലോകത്തിലെത്താൻ കഴിയും എന്നൊക്കെ അവർ പറയും. ഒരു പരീക്ഷണത്തിന് പക്ഷേ നിങ്ങൾ അതിന് വീണുപോയെന്ന് വരാം. അങ്ങനെ വീഴാൻ പാടില്ല എന്നതാണ് നമ്മൾ എടുക്കേണ്ട നിലപാട്. മയക്കുമരുന്നുകളോട് നമ്മൾ ഏറ്റവും നിഷേധാത്മകമായ നിലപാട് തന്നെ എടുക്കുക. അത് നമ്മൾ തൊടില്ല എന്ന് തന്നെ നമ്മൾ തീരുമാനിക്കുക. അങ്ങനെ ഇതെടുത്തു കഴിഞ്ഞാൽ ഉപയോഗിക്കുന്നവർക്ക് അന്നേരം ഒരു പ്രത്യേക അനുഭൂതിയൊക്കെ ലഭിക്കുമെങ്കിലും നമ്മുടെ പ്രധാനപ്പെട്ട അവയവങ്ങളെയെല്ലാം തകർക്കുന്നതാണ് ഇവയുടെ ഒരു പ്രവർത്തനം. അത് ഹൃദയത്തെ തകർക്കാം, അത് ഉദരത്തെ തകർക്കാം, കിഡ്നിയെ തകർക്കാം, മറ്റ് നമ്മുടെ പ്രധാനപ്പെട്ട അവയവങ്ങളുടെയൊക്കെ പ്രവർത്തനത്തെ താറുമാറാക്കാം. അപ്പോൾ നമ്മുടെ എല്ലാം മനസ്സിൽ വിചാരിക്കുന്ന ആ കാളിദാസ വാക്യമുണ്ടല്ലോ, ശരീരമാദ്യം ഖലു ധർമ്മസാധനം, അത് തന്നെയാണ് ഇവിടെ താറുമാറാകുന്നത്. അത് താറുമാറാകാൻ പാടില്ല. നമ്മൾ നമ്മുടെ ശരീരത്തെ സംരക്ഷിക്കുക. ശരീരമെന്ന് പറഞ്ഞാൽ അതിലെല്ലാമുണ്ട്. ഞാൻ പറഞ്ഞ കർമ്മേന്ദ്രിയങ്ങളുണ്ട്, നമ്മുടെ കർമ്മങ്ങൾ നമ്മെ ചെയ്യാൻ സഹായിക്കുന്ന ഇന്ദ്രിയങ്ങളുണ്ട്, ജ്ഞാനേന്ദ്രിയങ്ങളുണ്ട്, നമ്മുടെ സെൻസ് ഓർഗൻസ് ഉണ്ട്. ഇത് മാത്രമല്ല, ബുദ്ധിയുണ്ട്, ചിത്തമുണ്ട്, ഇത് രണ്ടും ചേരുന്ന മനസ്സുണ്ട്. ഇതെല്ലാം ചേരുന്നതാണ് നമ്മുടെ ശരീരം. ആ ശരീരത്തെ സാധാരണ നിലയിൽ നമുക്ക് പ്രകൃതി എങ്ങനെ ജീവിക്കാൻ സൗകര്യങ്ങൾ ചെയ്തു തന്നുവോ ആ രൂപത്തിൽ തന്നെ ഈ ശരീരത്തെ പരിപാലിച്ച് നമ്മൾ കൊണ്ടുപോകേണ്ടതുണ്ട്. അതുകൊണ്ട് ഈ മയക്കുമരുന്ന് വേണ്ടേ വേണ്ട എന്ന് നമ്മൾ ഉറക്കെ ഒരു തീരുമാനമെടുക്കണം, ഉറക്കെ പ്രഖ്യാപിക്കണം. മയക്കുമരുന്ന്, ലഹരി ഇത്യാദി അനാശാസ്യ ഉപഭോഗങ്ങൾ കുഞ്ഞുങ്ങളിൽ ഒട്ടും തന്നെ നിലനിൽക്കാൻ പാടില്ലാത്തതാണ് എന്ന് നിങ്ങൾ തന്നെ തീരുമാനിക്കണം. അതിന് നിങ്ങളെ സഹായിക്കാൻ ഇവിടെ നിയമപാലകരുണ്ട്, പോലീസുണ്ട്, നിങ്ങളുടെ അധ്യാപകരുണ്ട്, നിങ്ങളുടെ മാതാപിതാക്കളുണ്ട്. അവരെല്ലാം വളരെ ശക്തമായി നിങ്ങളോടൊപ്പം നിൽക്കുകയും ചെയ്യും. അതിനെന്തെങ്കിലും പ്രലോഭനം നിങ്ങളുടെ നേർക്കുണ്ടാവുകയാണെങ്കിൽ
അത് കൃത്യമായി റിപ്പോർട്ട് ചെയ്യാൻ നിങ്ങൾ ധൈര്യം കാണിക്കണം. ആരെയും ഭയക്കേണ്ട കാര്യമില്ല. കാരണം ഇത് നിങ്ങളുടെ ഭാവിയുടെ പ്രശ്നമാണ്, നമ്മുടെ സമൂഹത്തിന്റെ നിലനിൽപ്പിന്റെ പ്രശ്നമാണ്. അങ്ങനെ ആരെങ്കിലും വിപണനം ചെയ്യാൻ നിങ്ങളെ സമീപിക്കുന്നുണ്ടെങ്കിൽ, കച്ചവടത്തിന് വരുന്നുണ്ടെങ്കിൽ, ഉടൻ ഞങ്ങളെപ്പോലുള്ള പോലീസ് ഓഫീസേഴ്സിനെ വിവരമറിയിക്കുക. നിങ്ങളുടെ സ്കൂൾ അധികൃതരെ വിവരമറിയിക്കുക. ഇവരെ കയ്യാമം വയ്പ്പിക്കുകയും ഈ നികൃഷ്ട സമ്പ്രദായം അവസാനിപ്പിക്കുന്നതിലേക്ക് ഒരു വളർന്നു വരുന്ന തലമുറ എന്നുള്ള നിലയിൽ നിങ്ങളുടെ കടമ നിങ്ങൾ നിർവഹിക്കുകയും ചെയ്യണം എന്ന് മാത്രം ആഹ്വാനം ചെയ്തുകൊണ്ട് ഞാൻ ഈ വാക്കുകൾ ഉപസംഹരിക്കുന്നു. വിരിഞ്ഞു നിന്ന താരിലും വിടർന്ന താരകത്തിലും വിളങ്ങിടും പ്രഭാവമേ വിളക്ക് വയ്ക്കൂ ഞങ്ങളിൽ. വിരിഞ്ഞു നിന്ന താരിലും വിടർന്ന താരകത്തിലും വിളങ്ങിടും പ്രഭാവമേ വിളക്ക് വയ്ക്കൂ ഞങ്ങളിൽ. സമസ്ത സുന്ദരോജ്വല പ്രഭാതകാന്തി ചിന്തിടും സുമംഗളായിടാവു ഞങ്ങൾ ഭാരത